അതെ, നിന്റെ കൊഞ്ചലും കോയിലൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരക്ഷരമെങ്കിലും വായിക്കാൻ മുമ്പ് ഉറക്കും. അതെങ്ങനാ? നേരെ ഇരുട്ടേണ്ട താമസം ചോറ് വിളമ്പ് മുമ്പ് വെച്ച് കൊടുക്കും. അടുക്കളയിൽ വന്ന് വിശക്കുന്നു പറഞ്ഞാ പിന്നെ മതി, വിസ്തരിക്കണ്ട. കച്ചവടമൊന്നും ഇല്ലേ? കുറവാ. എണ്ണ വെച്ച് കടമൊന്നും കൊടുക്കണ്ട. ഇല്ല, തീരെ കൊടുക്കാറില്ല. ഡയറക്ടർ വെച്ചത്. അവിടെ തന്നെ ഒരു കാര്യം പറയട്ടെ. ഒരു കല്യാണം ഉറപ്പിക്കാൻ വിചാരിക്കാൻ നിനക്ക് അധികം വൈകാണ്ട് നടത്താം. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. ഏട്ടനുള്ളപ്പോ ഏട്ടന്റെ കഴിഞ്ഞിട്ട് മതി. നീ കഴിച്ചോട്ടെ എന്ന് അവൻ പറയുന്നത്. അവന് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടിരുന്നു കാളയെ വാങ്ങാൻ പോയപ്പോ. ഏട്ടനെ കണ്ട പെണ്ണിനെ എനിക്കോ? നന്നായി. അതെന്തിനാ ഇപ്പൊ പറയാൻ പോയത്? വീണു പോയി കിടക്കടാ വഴി പഠിച്ചത്. നല്ലൊരു പെൺകുട്ടി ആയിരുന്നു, പറഞ്ഞിട്ടുണ്ടാ? ഇന്നലെ എവിടെയായിരുന്നു? കാളയെ വാങ്ങാൻ പോയപ്പോ അച്ഛന് ഒരേ നിർബന്ധം, ഞാനും കൂടെ പോണോന്ന്. അങ്ങനെ പോയതാ. എന്നിട്ട് കാളയെ വാങ്ങിയോ? പിന്നെ വാങ്ങാതെ. നല്ല അസല് കാള. അവനൊരു പേരും ഉണ്ട്, അച്ചു. കാളയ്ക്ക് എന്തിനാ പേര്? ഞാനിട്ടതല്ല, കസ്തൂരി ഇട്ടതാ. അതാരാ? ആ പെണ്ണിന്റെ ആയിരുന്നു കാള. ആദ്യം അവൾ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി. പിന്നെ നോക്കുമ്പോ അച്ഛന് അവളെ ഭയങ്കര ഇഷ്ടം. അത് കൊള്ളാം. എന്നിട്ട് അച്ഛൻ വന്ന് കനകൻ ചേട്ടനോട് അവളെ കെട്ടാൻ പറഞ്ഞു. ചേട്ടന് പറ്റൂലെന്ന് പറഞ്ഞപ്പോ നടരാജൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് നടരാജൻ ചേട്ടൻ സമ്മതിച്ചോ? എവിടെ? രണ്ടാൾക്കും വേണ്ട കസ്തൂരിയെ. കാണാൻ എന്ത് രസമാന്നറിയോ? എന്നാ നീ കെട്ടിക്കോ. അതിനച്ഛൻ എന്നോട് ചോദിച്ചില്ലല്ലോ. ഉണക്കമീന. യമുനെ, ഉപ്പിലിട്ട മാങ്ങോടിയും എടുത്തോളൂ. വേണ്ട, പച്ചവളം മതി. എത്ര മുളകരച്ചതാ, എന്നാലും പോരാ. അച്ഛന് വലിയ മനപ്രയാസമുണ്ട്, എനിക്കും. എന്തിനാ? ഏട്ടന്റെ കല്യാണം കഴിച്ചാലേ? ഓടി അവിടുന്ന്. അവളോട് ചാടിക്കേറണ്ട, എനിക്കും അതന്നെ പറയാനുള്ളത്. ഇവളെ ഒരുത്തനോട് പറഞ്ഞയച്ചാ പിന്നെ ഇവിടെ ആരാ എനിക്കൊരു സഹായത്തിന്? നടുവേദന കൊണ്ട് ഇപ്പൊ തന്നെ വയ്യ. നടരാജൻ കെട്ടിക്കോട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ എന്താ സന്യസിക്കാൻ പോവാ? വയസ്സാവുമ്പോ വെച്ചോളമ്പി തരാൻ ഒരാള് വേണ്ടേ നിനക്ക്? ഞാൻ വല്ല ഹോട്ടലിൽ നിന്നും കഴിച്ചോളാം. ഈ ഏട്ടൻ. പോപ്പുറത്ത്. ഞാൻ പോവാ. അച്ഛനാ പെൺകുട്ടിയെ പറ്റി പറയണത് കേട്ടപ്പോ തന്നെ എനിക്കൊരു കൊതി. മോനെ, നീ ഇതിനൊന്ന് സമ്മതിക്കൂ. സൊയിരക്കേട്. ഒന്ന് പോന്നുണ്ടോ? ഒച്ച എടുക്കണ്ട, അച്ഛനപ്പുറത്ത് ഉറങ്ങണുണ്ട്. എടാ, ഇത് തികച്ചുണ്ണ്. കൊറേ നേരമായി. നീ ഉറങ്ങുന്നതാണ് നല്ല ശീല്. ഇപ്പൊ ആട്ടിയതാ, ചൂടറിയിട്ടില്ല. കുറച്ച് എണ്ണയും കൂടി എടുക്കായിരുന്നില്ലേ? അയ്യോ, നാളെ ആവട്ടെ. എന്താ ഒരു ആലോചന? വീട്ടുകാര് സ്വൈരം തരുന്നില്ല. ഏത് നേരത്തും ഒരേ പറച്ചില്, കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന്. വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞു. പക്ഷെ മനസ്സിലാവണ്ടേ? അവര് പറയുന്നതിലും കാര്യമില്ലേ? ഒരു പെണ്ണ് വേണ്ടേ?
എനിക്ക് നീയില്ലേ? ഈ തുന്നപ്പണി കഴിഞ്ഞില്ലേ? ഇനിയും കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിന്റെ അമ്മയും ഇങ്ങനെയായിരുന്നു, സൂചി നൂലും എടുത്ത് ഒറ്റ ഇരിപ്പാ. ഒരു ദിവസം പോലും അച്ഛൻ അമ്മയുടെ കാര്യം പറയാതിരുന്നിട്ടില്ല. മോളെ, ഇന്നലെ രാത്രി ഉറക്കത്തിൽ വന്ന് അവള് ചോദിക്കുക, എന്താ നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാത്തതെന്ന്. കുഴപ്പമായോ? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പേടിക്കണ്ട, അവനെപ്പോഴാണെങ്കിൽ ഇപ്പൊ ഞങ്ങള് വലിയ കൂട്ടുകാർ. അങ്ങനെയാണോ? വരൂ, ഇരിക്കൂ. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖാണോ? കരയുന്നുണ്ടോ? അവൻ ഒരു വിഷമമുണ്ട്, നിന്നെ കാണാഞ്ഞിട്ട്. എനിക്കുണ്ട്. ആ, അത് ഇല്ലാണ്ടാക്കാൻ ഒരു വഴി ആലോചിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നേ. മോള് പോയി കുടിക്കാൻ എടുത്തോണ്ട് വാ. കഴിഞ്ഞോ പണി? ആ, എള്ളത്ര ഉണ്ടെന്ന്? അരച്ചാക്ക്. ആ ആ നിക്ക്, ഞാനേ നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോയതാ. വൃശ്ചികം 3 നല്ല മുഹൂർത്തമുണ്ട്. വേണ്ട വേണ്ട, 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ കൊണ്ടാവൂല. ഒരക്ഷരം മിണ്ടരുത്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ അച്ഛൻ തന്നെ പോയി കഴിച്ചോ. എന്നാ പറഞ്ഞേ? ആ, ഞാൻ കൊടുത്ത വാക്കാ, അത് നടന്നില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുക. ഈ ഉമ്മർക്ക് തൂങ്ങി ഞാൻ. നിന്റെ ഇത്ര വലിയ ഫ്രണ്ടായിട്ട് നീ എന്താണ് എന്നെ കല്യാണത്തിന് വിളിക്കാഞ്ഞേ? ഞാൻ വിളിക്കേണ്ട ചേട്ടനല്ലേ? ഓൻ എന്നെ വിളിക്കൂല, ഞാനോന്റെ ഫ്രണ്ടല്ലല്ല. അയ്യോ, മണിമണി പോലത്തെ ഒരു പെണ്ണിനെയും കൊണ്ട് പോണണ്ടില്ലേ? എന്തായിരിക്കുന്നു രാത്രിയില്? അവരെങ്ങ് എത്തി, ഞാൻ പോട്ടെ. എന്താ നീ ഇവിടെ ചെയ്യണേ? കാളയ്ക്ക് വൈക്കോൽ കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു മുരടൻ ഒരു പെണ്ണവിടെ കാത്തിരിക്കണില്ലേ? ഇരുന്നിരുന്ന് മടുത്തു. എവിടെയായിരുന്നു ഇത്ര നേരം? എനിക്ക് നേരത്തെ ഉറങ്ങുന്ന ശീല. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. നേരത്തെ ഉറങ്ങിക്കൂടായിരുന്നോ? ഉറങ്ങിയ പിന്നെ ഉരുട്ടി വിളിച്ചാലും ഞാൻ അറിയില്ല. പാല് എനിക്ക് വേണ്ട. എനിക്കും തീരെ ഇഷ്ടമല്ല. പിന്നെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാ. വാതിലടക്കണ്ടേ? ഞാൻ ഉറങ്ങിക്കോട്ടെ. ലീലേ,
നീ എന്താ തിരിച്ചു പോന്നേ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പൊയ്ക്കോളാം. അതെന്തിനാ എന്നും നീ ഇവിടെ കിടക്കുന്നേ? ആ എന്നും ഒരുപോലാണോ? എന്താ എന്താ നിനക്ക്? ഓ ഒന്നുമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കിൽ പോയിക്കൂടെ? അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. ഓ, എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നല്ലോ. ഞാനോ? ഛോ, കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. വെള്ളത്തില്ല, എനിക്കറിയില്ലേ. വെറുതെ ഛെ, കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനൊന്നും തൊടുക പോലും ചെയ്തില്ല. നിന്നാണ് സത്യം. എന്തേ അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്.